എത്ര പണം കിട്ടിയാലും കയ്യിലിരിക്കാത്ത ആളാണോ നിങ്ങൾ? എത്ര പണം കയ്യിൽ വന്നാലും അത് വളരെ വേഗം നഷ്ടപ്പെട്ടു പോകുന്നതായി നിങ്ങൾക്ക് ഫീൽ ചെയ്യാറുണ്ടോ? ഓട്ടക്കൈയുടെ മനഃശാസ്ത്രമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. നമുക്കറിയാം ഒരുപാട് വരുമാനമുണ്ട്. പക്ഷേ മിച്ചം നമ്മുടെ കയ്യിൽ ഒന്നും ഇരിക്കുന്നില്ല. എൻ്റെ കൈ ഓട്ടക്കൈയാണ്, എല്ലാം ചോർന്നു പോകും എന്ന് പറയുന്ന ഒരുപാട് ആൾക്കാരെ കണ്ടുമുട്ടാറുണ്ട്. ഓട്ടക്കൈക്ക് ഒരു മനഃശാസ്ത്രമുണ്ട്. എന്തുകൊണ്ടാണ് നമ്മുടെ കയ്യിൽ നിന്ന് പണം ചോർന്നു പോകുന്നതെന്ന് മനസ്സിലാക്കാനും അതിനെ തിരുത്താനും കഴിയും. ഒരു മനഃശാസ്ത്രജ്ഞൻ 40ഓളം കുട്ടികളെ എടുത്ത് അവരുടെ ഇടയിൽ ഒരു പരീക്ഷണം നടത്തി. അക്കാലത്തെ ഏറ്റവും പ്രശസ്തമായ ബ്രാൻഡ് ചോക്ലേറ്റ് ഈ 40 കുട്ടികൾക്കും കൊടുത്തു. ഉച്ചവരെ ഈ ചോക്ലേറ്റ് നിങ്ങൾ കഴിക്കാതിരുന്നാൽ നിങ്ങൾക്ക് ഒരു ചോക്ലേറ്റ് കൂടി നൽകും. വൈകുന്നേരം വരെ ഇത് നിങ്ങൾ കഴിക്കാതിരുന്നാൽ നിങ്ങൾക്ക് 3 ചോക്ലേറ്റുകൾ നൽകും. ചോക്ലേറ്റ് എപ്പോൾ കഴിക്കണം എന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം നിങ്ങളുടേതാണ്. ആദ്യത്തെ 1 മണിക്കൂറിൽ തന്നെ ഈ കുട്ടികളിൽ 10 ആൾക്കാർ ഈ ചോക്ലേറ്റ് കഴിച്ചു തീർത്തു. 20 ആൾക്കാർ 2 മണിക്കൂർ കഴിഞ്ഞത്തേനും ചോക്ലേറ്റ് തിന്നു. 12 മണിയാകുമ്പോഴത്തേനും 30 ആൾക്കാരും ചോക്ലേറ്റ് തിന്നു തീർത്തു. 1 മണിക്ക് രണ്ടാമത്തെ ചോക്ലേറ്റ് വാങ്ങിയത് 10 ആൾക്കാർ മാത്രമാണ്. വൈകുന്നേരം 4 മണിക്ക് 3 ചോക്ലേറ്റ് വാങ്ങിയത് എത്ര പേരാണെന്നറിയാമോ? വെറും 5 പേര് മാത്രം. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? കാരണം നമുക്ക് ഒരു കാര്യം കിട്ടിയാൽ നമുക്ക് 2 രീതിയിലാണ് നമുക്ക് പെരുമാറാൻ കഴിയുക. ഒന്ന് ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ, 2 ഡിലൈഡ് ഗ്രാറ്റിഫിക്കേഷൻ. ഞാൻ അല്പം കൂടി വിശദമായി പറയാം. ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് എന്ത് കാര്യങ്ങൾ കിട്ടിയാലും പെട്ടെന്ന് അത് അനുഭവിക്കുക, പെട്ടെന്ന് അത് ഉപയോഗിച്ച് തീർത്ത് അതിൽ നിന്ന് കിട്ടുന്ന സുഖവും സന്തോഷവും അനുഭവിക്കുക എന്നുള്ളതാണ് ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയ എന്തു തന്നെ ആവട്ടെ, ആ കിട്ടിയ സംഭവത്തെ ഒരല്പം കൂടി സൂക്ഷിച്ചു വെച്ച് അതിനെ ഉപയോഗിക്കുന്നതിനാണ് ഡിലൈഡ് ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഏതൊരു കുട്ടിക്കും ആ കയ്യിൽ കിട്ടിയ ചോക്ലേറ്റ് എത്രയും വേഗം അത് കഴിച്ച് അത് ആസ്വദിച്ച് അതിൽ നിന്ന് കിട്ടുന്ന സന്തോഷവും സുഖവും അനുഭവിക്കാനുള്ള പ്രവണത വളരെയധികം കൂടുതലാണ്. നമുക്കറിയാം 30 കുട്ടികൾക്ക് ഉച്ചവരെ എന്ത് ചെയ്യാൻ കഴിഞ്ഞില്ല? ആ പെട്ടെന്ന് തിന്നാനുള്ള പ്രവണതയെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. അവർ ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷന് അടിമകളായിരുന്നു. അതുകൊണ്ട് അവർ 30 പേരും ഉച്ചയ്ക്ക് മുമ്പേ ആ ചോക്ലേറ്റ് തിന്നു തീർത്തു. എന്നാൽ ബാക്കി 5 കുട്ടികൾക്ക് ഈ പെട്ടെന്ന് തിന്നാനുള്ള പ്രവണതയെ 1 മണി വരെ പിടിച്ചു നിർത്താൻ കഴിഞ്ഞതുകൊണ്ട് അവർക്ക് 1 ചോക്ലേറ്റ് കൂടി കിട്ടി. എന്നാൽ വൈകുന്നേരം 4 മണി വരെ ഈ പെട്ടെന്ന് കഴിക്കാനുള്ള ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷനെ പിടിച്ചു നിർത്താൻ കഴിഞ്ഞത് കേവലം 5 പേർക്ക് മാത്രമാണ്. അതുകൊണ്ട് അവരുടെ പ്രതിഫലം എത്രയായി? 3 ഇരട്ടിയായി മാറി. ഈ കാര്യത്തെ ഇനി നമുക്ക് നമ്മുടെ സാമ്പത്തിക ശാസ്ത്രത്തിലേക്ക് കൊണ്ടുവരാം. നമുക്ക് വരുമാനം കിട്ടുമ്പോൾ എത്രയും വേഗം അത് ചിലവഴിച്ച് അതിൽ നിന്ന് കിട്ടുന്ന സന്തോഷവും ആനന്ദവും സുഖവും അനുഭവിക്കാനുള്ള പ്രവണത എല്ലാ മനുഷ്യർക്കുമുണ്ട്. അതുകൊണ്ട് തന്നെ പണം കയ്യിൽ കിട്ടിയാൽ ഉടൻ തന്നെ അത് ചിലവഴിക്കും. അതാണ് ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ, അല്ലെങ്കിൽ പെട്ടെന്ന് കിട്ടുന്ന സുഖവും സന്തോഷവും. ഈ ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷനെ നിയന്ത്രിക്കാൻ കഴിയുക എന്നുള്ളതാണ് ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പോൾ ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷനെ ശ്രദ്ധിക്കാൻ കഴിയാത്ത ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല? ഡിലൈഡ് ഗ്രാറ്റിഫിക്കേഷൻ കിട്ടുകയില്ല. നമുക്കറിയാം, നമുക്കൊരു ഒരു വരുമാനം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് എത്രയും വേഗം ചിലവഴിക്കുന്നതിന് പകരം അതിനെ നീക്കി വെക്കുക. നമ്മൾ ചെറുപ്പത്തിൽ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്, വരവ് കുറയ്ക്കണം, ചെലവ് സമം മിച്ചം. വരവിൽ നിന്ന് ചെലവ് കുറച്ചതാണ് മിച്ചം. നമുക്കറിയാമല്ലോ, വരവിൽ നിന്ന് ചെലവ് കുറച്ചിട്ട് എത്ര പേർക്ക് മിച്ചമുണ്ടാക്കാൻ കഴിയും? കാരണം ആന വരവുണ്ടെങ്കിൽ ആന ചെലവുമുണ്ട്. അവിടെ നമുക്ക് ചെറിയ ഒരു മാറ്റം വരുത്തണം. അപ്പോൾ ആ വരുമാനം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഡിലൈഡ് ഗ്രാറ്റിഫിക്കേഷന് വേണ്ടിയിട്ട് മിച്ചം പിടിച്ചതിന് ശേഷം മാത്രം പണം ചെലവഴിക്കുക. ഉദാഹരണമായി 10,000 രൂപ നിങ്ങൾക്ക് വരുമാനമുണ്ടെങ്കിൽ അത് 1000 രൂപ മാറ്റിവെച്ചതിന് ശേഷം ബാക്കി 9,000 രൂപയും ചെലവഴിക്കുന്ന ഒരു സ്വഭാവത്തിലേക്ക് നമ്മൾ വരിക. അപ്പോൾ ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ആ ആനന്ദവും സന്തോഷം ഉപേക്ഷിക്കുന്നു എന്നല്ല അർത്ഥം, അത് നീട്ടിവെക്കുന്നു എന്നേ ഉള്ളൂ. ഇപ്പോൾ 25-ാം വയസ്സിൽ നിങ്ങൾക്ക് 10,000 രൂപ വരുമാനം ഉണ്ടെങ്കിൽ നിങ്ങളൊരു 1000 രൂപ നിങ്ങളുടെ 60-ാം വയസ്സിന് ശേഷത്തേക്ക് നീക്കി വെക്കുന്നു. അപ്പോൾ ഓട്ടക്കൈയാണ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം കൈ ഓട്ടക്കൈ ആയതുകൊണ്ടല്ല, അതിൻ്റെ പിന്നിൽ ഇങ്ങനെ ഒരു മനഃശാസ്ത്രം പ്രവർത്തിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ എപ്പോൾ വരുമാനം കിട്ടിയാലും നമ്മളിത് ഓർക്കുക, ഇപ്പോൾ തന്നെ ഇത് ഉപയോഗിച്ച് ഇതിൽ നിന്ന് കിട്ടുന്ന സന്തോഷവും ആനന്ദവും അനുഭവിച്ച് ഇത് തീർക്കണോ, അതോ ഇതിൽ നിന്ന് ഒരു ഭാഗം ഭാവിയിൽ വരുന്ന ആവശ്യങ്ങൾക്ക് വേണ്ടി മാറ്റി വെക്കണമോ? അപ്പോൾ ഇപ്പോൾ നിങ്ങളൊരു 1000 രൂപ മാറ്റി വെച്ചാൽ അത് 60-ാം വയസ്സിലാകുമ്പോഴേക്കും അത് ചിലപ്പോൾ 10,000-ഓ 15,000-ഓ 20,000-ഓ ആയി വർദ്ധിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ മനഃശാസ്ത്രം മനസ്സിലാക്കി നമ്മുടെ കയ്യിൽ വരുന്ന പണത്തെ സൂക്ഷിച്ചു വെച്ച് ഒരല്പം ഭാവിയിലേക്ക് കൂടി മാറ്റിവെക്കാൻ നമുക്ക് കഴിയുമെങ്കിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലും പൈസ ഉണ്ടാവും, നമ്മുടെ പേഴ്സിലും പൈസ ഉണ്ടാവും. ഞാൻ ഓട്ടക്കൈയാണെന്ന് പരാതി നമുക്കൊരിക്കലും
പറയേണ്ടി വരികയുമില്ല. അപ്പോൾ ഈ 2 പദങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുകയും നമുക്ക് കിട്ടുന്ന വരുമാനത്തെ ഇതിൻ്റെ മനഃശാസ്ത്രം മനസ്സിലാക്കി ഉപയോഗിക്കാൻ നമുക്ക് എല്ലാവർക്കും കഴിയട്ടെ.